ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ എങ്ങനെ മീനച്ചാർ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മീൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാട്ടോ, ഏത് മീൻ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മീൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് അരമണിക്കൂർ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അത് അവനവൻ്റെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ, വട്ടത്തിലോ ചതുരത്തിലോ സ്ക്വയറിലോ. അപ്പോൾ ഞാൻ നീളത്തിലാക്കിയാണ്. പിന്നെ വെളിച്ചെണ്ണ വേണം, കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി സ്വാദ് കൂടുതലാട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെ നമ്മൾ മീനച്ചാർ മൊത്തമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ പുരട്ടി വെച്ച മീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ തേച്ച് പുരട്ടി വെച്ച മീൻ നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് അവനവൻ്റെ ഇഷ്ടാനുസരണം ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മുരിയണ്ട അങ്ങനെ, പക്ഷെ ഒരു പാകത്തിനായിട്ടുള്ളൊരു മുരുവായിട്ടാവുമ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ദേണ്ട ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വേറൊരു ഇതിലേക്ക് മാറ്റാം കേട്ടോ. എല്ലാം നന്നായിട്ട് കണ്ടോ അങ്ങനെ മാറ്റി ഞാൻ ഒരു സ്റ്റെപ്പ് മാറ്റി വെച്ചു, ഒരു സെക്ഷൻ അടുത്തത് ഇട്ടു. അങ്ങനെ ഒരു 3 സെക്ഷനായിട്ട് ഞാൻ ഇട്ടിട്ടാ വറുത്തത്. പിന്നെ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂണ്, പിന്നെ സാധാ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളതിനനുസരിച്ച് ഇതാക്കാന്നുണ്ട്. എല്ലാ മീനും ഇപ്പോൾ 2 കിലോ മീനാണ് ഈ വറുത്ത് വെച്ചിട്ടുള്ളത്. വറുത്ത് കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കി നമ്മൾ ആ സെയിം എണ്ണ തന്നെ എടുത്തിട്ട് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പായാൽ മാത്രം മതി. ആ സമയത്ത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്നും ഇതായി. അപ്പോൾ നമ്മളടുത്തത് ഇഞ്ചി ചേർക്കുവാണ്. കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഏത് വലുപ്പം വേണമെന്നുള്ളത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് അവനവൻ്റെ എരിവിന് നല്ല എരിവാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായി മൊരിയൊന്നും വേണം, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മീൻ പുരട്ടി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഇതേണ്ട നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ആ പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചിട്ട് ആ ഒരു പച്ചമണം, ഈ എണ്ണയിൽ കിടന്ന പച്ചമണമൊക്കെ ഒന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് ആ മീനിലേക്കൊക്കെ ഒന്ന് ഗ്രേവി എല്ലാം പിടിക്കുന്ന ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് പഴകും തോറുമാണ് ഇതിൻ്റെ രുചി കൂടുന്നത്, എല്ലാവർക്കും അറിയാം. മീനച്ചാർ, ചിക്കൻ്റെ അങ്ങനത്തെ ഒക്കെ ഈ നോൺ വെജിറ്റേറിയൻ അച്ചാർ ഇടുമ്പോൾ അത് പഴകും തോറുമാണ് അതിൻ്റെ രുചി കൂടുതലായിട്ട് വരിക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മളിത് തീ ഓഫാക്കുകയാണ്.
മീൻ ഇട്ടതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് വീണ്ടും ഇതാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളൊരു കപ്പ് വിനാഗിരിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അവനവന് പുളിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാം, അല്ലെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. അങ്ങനെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പോ അതൊക്കെ ഉണ്ടോ എന്നൊന്നും കൂടി നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ ചൂടുവെള്ളം നന്നായി തിളപ്പിച്ച്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ, തിളപ്പിച്ച ചൂടുവെള്ളം ഇളം ചൂടിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഇതാവും. ഞങ്ങൾക്ക് അത്ര ഗ്രേവി വേണ്ടാത്ത ഇതുകൊണ്ട് ഞാൻ അത്ര വെള്ളമാക്കുന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഞാൻ ഇതാക്കുവാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം